നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ്. കുംഭമാസത്തിലെ വിനായക ചതുർത്ഥി പ്രണവമലയിൽ 3-ാം തീയതി തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നത്. ഏതൊരു മനുഷ്യരും ജീവിതം തകർന്നടിഞ്ഞു പോകുന്ന സമയം ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലളിതവും എന്നാൽ അതിഗംഭീരവുമായിട്ടുള്ള ഒരു തിരിച്ചുവരവിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രണവമലയിൽ. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിലെ 8 ഗണപതിമാർ, അഷ്ടഗണപതി ക്ഷേത്രം. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു കുടക്കീഴിൽ അത് 8 മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് 8 കാര്യങ്ങൾ ചെയ്യുന്ന ഗണപതി ഭഗവാന്മാരുടെ പ്രതിഷ്ഠയുള്ള ഏക അത്ഭുത ദേവലോക ക്ഷേത്രമാണ്. ഇവിടെ ജാതി മതങ്ങളില്ല, മണ്ടത്തരങ്ങളില്ല. നിങ്ങൾ വന്ന് നോക്കുക. പലരും പറയും അങ്ങനെയല്ല ഇങ്ങനെയല്ല. നിങ്ങൾ ഒരിക്കലൊന്ന് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എത്ര ഗതിയില്ലാത്ത ആൾക്കും വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും വിനായക ചതുർത്ഥി ദിവസം 8 ഗണപതിമാർക്കും നാളികേരം 3 പ്രാവശ്യം ശ്രീകോവിലിന് ചുറ്റും ഉരുട്ടി എറിഞ്ഞുടയ്ക്കുക. 11 രൂപ വെച്ച് തലക്കുഞ്ഞ് പണ്ടാത്തിടുക. അപ്പോൾ 8 നാളികേരത്തിന് ഒരു നാളികേരത്തിന് 25 രൂപ വെച്ച് 8 200 രൂപ, 11 രൂപ വെച്ച് പണ്ടാത്തിടുമ്പോൾ 288. പിന്നെ പേരമംഗലത്തപ്പന് ഒരു അർച്ചന 10 രൂപ, 298, 2 രൂപ തലക്കൊഴിഞ്ഞിടുക. അപ്പോൾ 300 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പെട്ടെന്ന് സാധിക്കാം. അതേപോലെ തന്നെയാണ് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ 300-ന് പകരം 500 രൂപ അടയ്ക്കേണ്ടി വരും. പിന്നെ 8 ഗണപതിമാർക്ക് 100 രൂപയുടെ ഗണപതി ഹോമമുണ്ട്. അപ്പോൾ 800 രൂപ. പിന്നെ നാളികേരം മുട്ടിറക്കൽ വിനായക ചതുർത്ഥിയുടെ വിശേഷമായിട്ട് പേരമംഗലത്തപ്പനും 8 ഗണപതിമാർക്കും ചേർത്ത് 9 നാളികേരം മുട്ടിറക്കൽ 900 രൂപ. അതേപോലെ 8 ഗണപതിമാർക്കും ത്രിമധുരം, അട, അപ്പം, അവിൽ, അത്താഴ നിവേദ്യം, പിന്നെ അഭിഷേകങ്ങൾ, പാലഭിഷേകം, പനിനീരഭിഷേകം, ഇളനീരഭിഷേകം, എണ്ണാഭിഷേകം, ജലാഭിഷേകം, ഇങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ പൈസയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് 108 ഗണപതി ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ 15,000 രൂപ, 8 ഗണപതിമാർക്ക് ചെയ്യാൻ 1,20,000 രൂപ, പാക്കേജ് ആണെങ്കിൽ വെറും 8,000 രൂപ. ഇത് തന്നെ ചിലർ പറയും പാക്കേജ് ഒന്നുമില്ല, ചുമ്മാ തട്ടിപ്പാന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് ചെയ്ത് നോക്കുക. ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴികളാണ്. 1,20,000 രൂപയുടെ പൂജ ഏതൊരു സാധാരണക്കാർക്ക് 8,000 രൂപയ്ക്ക് ചെയ്യാം. പിന്നെ 8 ഗണപതിമാർക്കും 21 ഗണപതി ഹോമം, ഒരു ഗണപതി ഹോമത്തിന് 3,500 രൂപ. അങ്ങനെ 8 ഗണപതിമാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 28,000 രൂപയാണ് ചിലവ് വരുന്നത്. പിന്നെ 8 ഗണപതിമാർക്കും ആയുധ സമർപ്പണം, ഒരായുധത്തിന് 50 രൂപ, ഓൺലൈനാണെങ്കിൽ 150 രൂപ, ഒരു ഗണപതിക്ക് 8 ആയതുകൊണ്ട് അപ്പം 400 രൂപ, ഓൺലൈൻ ചെയ്യുമ്പോൾ 500 രൂപ. അപ്പോൾ 8 ഗണപതിമാർക്കും ആയുധ സമർപ്പണം നടത്തണമെങ്കിൽ 3,700 രൂപ ഉണ്ടെങ്കിൽ സാധിക്കും. ഇതെല്ലാം ഈ വിനായക ചതുർത്ഥിക്കുള്ള വിശേഷമാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കുക. പിന്നെ ഒരു മാർഗ്ഗമില്ലെങ്കിൽ നിങ്ങൾ പ്രണവമലയിൽ വരിക. 27 ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പരീക്ഷണം നടത്തുക. 2 ദിവസം വേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് താമസിച്ച് പ്രദക്ഷിണം നടത്തുന്നതിന് ചെറിയ പൈസയ്ക്ക് റൂം തരും. 500 രൂപ കൊടുത്താൽ മതി. ഈ 500 രൂപ വാങ്ങുന്നതിൽ തന്നെ 300 രൂപ ക്ലീൻ ചെയ്യണ പാർട്ടിക്ക് കൊടുക്കണം. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു പൈസ ഞാൻ വാങ്ങുന്നില്ല. അതുകൂടാതെ നിങ്ങൾക്ക് 3 നേരം അവിടെ ഭക്ഷണം തരും. നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഞാനിവിടെ ഇത്രയും വലിയ ഈശ്വര വഴിയിലൂടെ തകർന്നടിഞ്ഞു പോകുന്ന ഏതൊരു മനുഷ്യനും, ഇവിടെ ജാതി മത ഭേദങ്ങളില്ല. മറ്റുള്ള ക്ഷേത്രങ്ങളെപ്പോലെ കൗബീനവും നൂലും വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ ഷർട്ട് അഴിക്കേണ്ട. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, SNDP ക്ഷേത്രങ്ങളിലൊക്കെ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാം. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ കൂടെ, ഞാനൊരു ഈഴവ സമുദായ അംഗമാണ്. എൻ്റെ കൂടെ ഈഴവർ മൊത്തമായിട്ട് പടയായി വരുമ്പോൾ ഈഴവർക്ക് ഭയമായി, SNDPക്കാർക്ക്. അങ്ങനെ അവർ ശിവഗിരി മഠത്തിലെ സ്വാമിമാരുടെ അടുത്ത് എൻ്റെ ശിഷ്യഗണങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാം. അപ്പോൾ ഇത്രയും കാലം ആണുങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നെഞ്ചിലായിരുന്നു. അപ്പോൾ ഇനി മുതൽ എവിടെയായിരിക്കും കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്രയും വലിയ വിഡ്ഢിത്തമാണ്. നമുക്ക് വിദേശീയർ വന്ന് നമ്മളെ വിദ്യാഭ്യാസത്തിൽ അറിവ് നേടിത്തന്നിട്ടും ഇവിടെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതെല്ലാം എൻ്റെ പഴയ വീഡിയോകൾ ഒരുപാട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക, ജീവിതം രക്ഷപ്പെടാൻ വരുന്ന ആളുകളാണെങ്കിൽ. അല്ലാതെ കണ്ടിട്ട് കുറ്റം മറിച്ചിലാണെന്നല്ല കരുതണ്ടേ. ഞാൻ ഒരുപാട് 22.5 വയസ്സ് മുതൽ ജ്യോതിഷത്തിന് പിന്നാലെ ഓടി. ആദ്യമായിട്ട് കൗബീനധാരികളുടെ അടുത്ത് പോയിട്ട് 2 ഏക്കർ ഭൂമി വാങ്ങാനുള്ള പൈസ കൊടുത്ത് തന്നെ ചെയ്തു. എനിക്കൊരു ഗുണമുണ്ടായില്ല. അങ്ങനെ 36 വയസ്സ് വരെ അങ്ങനെ ചെയ്ത് പോയി. പിന്നീട് ഗുരുനാഥൻ്റെ അടുത്ത് പോയി. ഗുരുനാഥൻ്റെ വീട് കോതമംഗലത്തിനടുത്താണ് കേട്ടോ, കുറുപ്പമ്പടി ചെറുകുന്നം എന്ന് പറയും. അപ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു മണ്ട ശിരോമണി പറയുന്നു അത് ആലപ്പുഴ പൂച്ചാക്കലാണെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് സാമാന്യേന ഒരു വെളിവും ബോധം ഉണ്ടെങ്കിൽ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ കളിയാക്കലാരും കളിയാക്കിക്കൊണ്ടിരിക്കും.
അവനൊരു ഗതിയും പരഗതിയില്ല. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടണം എന്നുള്ളൊരു ഞാനീ പറയുന്ന പോലെ 27 ക്ഷേത്രത്തിൽ നിന്ന് വന്ന് ഓരോ ക്ഷേത്രത്തിൽ നിന്ന് വിട്ടിട്ട് വലം വയ്ക്കുക. വലം വെച്ച് കഴിയുമ്പോൾ താഴെ കൗണ്ടറിൽ വന്നിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക. 100 രൂപയുടെ ചിലവുള്ളൂ. അത് 16 പന്ത്രക്കെട്ടുണ്ട്. അല്ല വെറുതെ പറ്റിക്കാൻ വേണ്ടി വെച്ചാണതെല്ലാം. അത് കൊണ്ടുപോയി കഴിഞ്ഞ് 27 ദിവസം വരെ അതിൻ്റെ ബലമുണ്ടാകും. അതിൻ്റെ ഇടയിൽ ഇവിടെ വന്നൊരു ഏലസ് വാങ്ങി ധരിക്കുക. ഏലസ് ധരിച്ചാൽ 1.5 വർഷം വരെ ഏലസിലൂടെ പോകാം. 5000 രൂപയാണ് ഏലസിന്. ഓൺലൈനാണെങ്കിൽ 5100 രൂപയാണ്. എല്ലാ മാസത്തിലും പ്രണവമലയിൽ 1400 രൂപയുടെ വഴിപാട് ചെയ്യണം. അപ്പോൾ നാരങ്ങയ്ക്ക് എത്ര വില കൂടിയാലും ഞാനിവിടെ ഒരു മാലയ്ക്ക് 60 രൂപ വെച്ച് ചാർജ് ചെയ്യുള്ളൂ. 7 ദിവസത്തേക്ക് 400 രൂപ. പിന്നെ 108 ഗണപതി ഹോമം പാക്കേജ് 1000 രൂപ, 1400 രൂപ. അങ്ങനെ നിങ്ങൾക്ക് 1.5 വർഷത്തിനുള്ളിൽ കടമൊക്കെ കുറച്ച്, അല്ലെങ്കിൽ പൈസ പെട്ടെന്ന് പൈസ കിട്ടിയ ഉടനെ ആവാഹന പൂജയിലേക്ക് വരെ ഇവിടെ പറയുന്ന 4 കാര്യം: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക. ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസ്ഥയം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളും കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, എത്ര വയസ്സ് വരെ ജീവിക്കും, ഗവൺമെൻറ് ജോലിയാണോ, വിദേശമാണോ, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, കലാകായികപരമായ കഴിവുള്ളയാളാണോ, ഇതെല്ലാം കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങളാണ് ഇവിടെ നിന്ന് എഴുതി നൽകുന്നത്. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ജാതി, മത, വർഗ്ഗ, വർണ്ണ, രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം. സംഘടനയിൽ അംഗങ്ങളാകുന്നവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായം, പിന്നെ അതുകൂടാതെ മരണകർമ്മങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരും. പിന്നെ നിങ്ങൾക്ക് കല്യാണത്തിനോ വിവാഹ രജിസ്ട്രേഷനൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ക്ഷേത്രം ഗവൺമെൻറ് രജിസ്ട്രേഷനുള്ള ക്ഷേത്രമാണ്, സംഘടനയും ഗവൺമെൻറ് രജിസ്ട്രേഷൻ സംഘടനയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പത്രിക നിങ്ങൾക്ക് തരും. ഒരു പൈസ വേണ്ട. പിന്നെ നിങ്ങളിനി മൈക്രോ ഫിനാൻസ് കിട്ടില്ല എന്ന് പേടിക്കണ്ട. അത് റിസർവ് ബാങ്കിൻ്റെ ഫണ്ടാണ്. നിങ്ങൾ ഏത് ബാങ്കിൽ പോയി 10 പേരുടെ കൂട്ടായ്മയായിട്ട് എന്ന് ചോദിച്ചാൽ മൈക്രോ ഫിനാൻസിൻ്റെ റൂൾസ് അനുസരിച്ച് മാനേജർ നിങ്ങൾക്ക് തരും. തന്നില്ലെങ്കിൽ നിങ്ങൾ വിവരാവകാശം വെച്ച് നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റൈറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പേടിച്ചുകൊണ്ട് ഒരാളും എന്താവും എന്ന് പേടിച്ച് നിൽക്കണ്ട. അപ്പോൾ ധൈര്യമായിട്ട് ഈ വിനായക ചതുർത്ഥിയിലേക്ക് പ്രണവമലയിലേക്ക് എത്താം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാം. ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 27 ക്ഷേത്രങ്ങളിൽ മുട്ടർക്കൽ നടത്താം, 27 ക്ഷേത്രങ്ങളിൽ നിവേദ്യം നടത്താം, 27 ക്ഷേത്രങ്ങളിൽ ശിവയിലർച്ചന നടത്താം, 27 ക്ഷേത്രങ്ങളിൽ തട്ടസമർപ്പണം നടത്താം. അത് നേരിട്ട് നടത്താം, ഓൺലൈനിൽ നടത്താം. ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരമായി നമ്മുടെ ജീവിതം റിവേഴ്സ് ആകുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിനായക ചതുർത്ഥി വിശേഷങ്ങളിലേക്ക് വരിക. നമുക്കൊരിക്കൽ മാത്രമേ ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് ആദ്യം വരുത്തുക. നുണ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതം നമ്മുടേതാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നിമിഷം കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കുക. 1200 രൂപയാണ് ഫീസ്. ആ സമയത്ത് അയ്യോ അപ്പോൾ സ്വാമി എന്ന് പറയേണ്ട. കൊറോണ കഴിഞ്ഞ പിന്നെ ആളുകൾക്ക് കുറച്ച് ഭ്രാന്ത് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു നിവൃത്തിയില്ലെങ്കിൽ കുടത്തിൽ വെള്ളം വയ്ക്കുന്നത്, 1 തിരയോ 3 തിരയോ 5 തിരയോ എടുക്കുക, വിളക്ക് കത്തിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. STSൻ്റെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്താൽ അവർ നിങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകും. അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴികളാണ് പറയുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. ബാലുവാണ്, തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്നു. 2016 വരും. നേരെ പൂജയിലേക്ക് വരണത്. പൂജ കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിൽ ഗണപതി ഹോമം ഭാഗസ്ഥ നടത്തി. അതുകൂടാതെ ജ്യോതിഷമൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. ആൾ നല്ല പരാക്രമിയാണ്. പിന്നെ അതുകൂടാതെ ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്ക് പൂജാസ്ഥാനങ്ങളൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ എത്തിച്ചു തരുമായിരുന്നു. നല്ലൊരു ഫോളോവറാണ്. പിന്നെ തൃപ്പൂണിത്തറയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടേക്കൊന്നും എത്തിക്കാൻ പറ്റാറില്ല. കാരണം ആ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇതൊന്നും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തറ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, ക്ഷേത്ര നഗരി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള, ഒരുപാട് ആചാരങ്ങളും അതേപോലെ തന്നെ മണ്ഡലത്തിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ബാലു ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ട് മാതാപിതാക്കളൊക്കെ ഇതിനെതിരായിരുന്നു. അതായത് പൂജയും സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അവരെയും കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി അവർക്ക് ഇതിൻ്റെ സത്യം കാണിച്ചു കൊടുത്ത ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ ആൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കും. അതുകൊണ്ട് എന്നാണോ ഒരു തടസ്സത്തിലൂടെ പൂജകൾ വന്ന് മാറ്റും. നമസ്കാരം. 2016 വരുന്നത്. പരമേശ്വരൻ മണിക്കപ്പടി പറവൂര്. 2016 അന്ന് ഏലസൊന്നും വാങ്ങിയില്ല. നേരെ ആവാഹന പൂജയിലേക്കാണ് വരുന്നത്. അങ്ങനെ ആവാഹന പൂജ കഴിഞ്ഞ് പിന്നീട് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കണക്കൂടെ 2016, അപ്പോൾ 8 വർഷമായി കൃത്യമായിട്ട് ക്ഷേത്രവും അതേപോലെ തന്നെ പൂജകളും വഴിപാടും നടത്തുന്നു. മകൻ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പോൾ ജ്യോതിഷം പഠിച്ച് വലിയ മാറ്റം സമൂഹത്തിൽ ഞാൻ മുമ്പ് പറയാറുണ്ട്, ഇതെല്ലാവരിലേക്കും ഒന്ന് പ്രചരിപ്പിച്ച് പലരും ജീവിതത്തിൻ്റെ നേർവഴി അറിയാതെ വട്ടം തിരിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മുടെ സന്ദേശം, അതായത് ജീവിതം നമുക്കൊരിക്കൽ മാത്രമേ ഉള്ളൂ എന്നും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഈശ്വരൻ്റെ പിന്നാലെ പോയാൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ സമർപ്പിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അനിതയാണ്, തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. 2021 ആദ്യമായിട്ട് വരുന്നത്. ഏലസ് വാങ്ങി ധരിക്കും, പിന്നീട് പൂജയിലേക്ക് വരും. പൂജ കഴിയുമ്പോൾ ഒരു വീട് വിൽക്കാണ്ടായിരുന്നു, വാസ്തുവൊക്കെ തെറ്റിക്കിടന്നത്, അത് വിൽക്കാൻ പറ്റി. പിന്നെ ഇവിടെ നിന്ന് തന്നെ വാസ്തുവൊക്കെ നോക്കി വേറെ വീട് വെച്ചു. ഇവിടെ നിന്ന് തന്നെ പോയിട്ട് ഗണപതി ഹോമം വ്യവസായമൊക്കെ നടത്തി. അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്ന പോലെയുള്ളൊരു തോന്നൽ വന്നു. അത് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെയൊക്കെ പിന്നാലെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ സംവിധാനമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജ നടത്തിന് വീണ്ടും പൈസ കൊടുക്കണം. ഗുണമുണ്ടോ എന്നൊന്നും പലരും നോക്കാറുണ്ടാവില്ല. അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞ ആളുകൾക്ക് അറിയാം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച. ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.